അപ്പം ഹലോ മൈ നബീസ് പട്ടേല മുഞ്ചിട്ടുണ്ട്. എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് കരയിട്ട്. അവിടെ 4.MB കൊടുക്കണം എന്നൊന്നുമല്ല, പട്ട് ചെറിയ എന്തോ ഒരു മോളുണ്ട് തോന്നുന്നു. ആർക്കറിയാം, എന്തെങ്കിലും മോളാവട്ടെ. നിനക്കാണെങ്കിൽ ഉറങ്ങണമെങ്കിൽ ബെഡിലെടുത്തേക്കോണം. ബട്ട് ചുറ്റും സോംബീസാണ്. ഇഷ്ടംപോലെ സോംബീസ്, ഇഷ്ടംപോലെ സോംബീസ് ഉണ്ട്. ഞാൻ എന്താക്കും എന്നൊക്കെ അറിയില്ല. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അതുകൂടി താഴോട്ട് ഇറങ്ങി പോകണം നമുക്ക്. ആരോടത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. മൈനബി സൈഡിലുള്ള കയറിയിട്ടുണ്ട്. ഞാൻ ഉടനെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് നടച്ചേക്കാം. ഓ വെറുതെ അല്ല, റെഡ് റെഡ് സോറി. ഞാവിട്ടെ നമ്മളവിടെ നിർത്തിയ സ്കൂട്ടറുണ്ടായാടാ. ഇവിടെ എവിടെയോ ഉണ്ട് നിർത്തി. നമ്മൾ ഇവിടെ എവിടെയോ വന്ന് നിർത്തിയത്. അന്നൊന്നും ഇവിടെ എവിടെയോ ആണല്ലോടാ. ഇവിടെ ഉണ്ടായേ എന്തെങ്കിലും ആവട്ടെ. ഇവിടെ എവിടെയോ ആണ് കയറ്റി. അല്ലെങ്കിൽ മറ്റേ വഴിക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും ഗൈസ്. എൻ്റെ വീട് നമ്മൾ മറന്നുപോയി. 2 ദിവസമായി ഇത് കയറിയിട്ട്. അതിനായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. അത് മരം മുറിച്ച പൊട്ടന്മാർ. ഞാൻ മരം മുറിച്ച ആർക്കറിയാം. യാറപ്പേ സ്ഥലം പറഞ്ഞില്ലേ, പട്ടി സ്ഥലം പറഞ്ഞിട്ടുണ്ടോ? എല്ലാം കൂടി ഇതുവരെ കണ്ടുപിടിക്കുന്ന വെറും ഭ്രാന്തിട്ടിക്കടാ. ശരി, വെറും ഭ്രാന്താടാ. എന്നെ കളിപ്പിച്ച് വിട്ടേക്കാം. കുറേ ആയി സമയം ഭ്രാന്തിപ്പിക്കുന്നു. ഞാൻ ചാവൂടാ. ഇത് മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിനാക്കുന്നതിന്. അടുത്തടുത്തെത്തി നമ്മൾ. നമുക്കൊന്നും പേടിക്കണ്ട. അയ്യോ പടി കണ്ട. അടിപൊളി തന്നെ ഉണ്ട്. ചെറുതായിട്ടൊന്ന് പേടിച്ച് പോയി അറിയാലി.
കുക്ക് ചെയ്ത് വരട്ടാവട്ടെ. ഒക്കെ നമുക്ക് അയ്യോ പട്ടി കൂടി കൊടുത്തത് ഫുഡും ഇല്ലടെ. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലങ്ങൾ. നമുക്ക് ഇവിടെ സെറ്റാക്കണം. ഇതിലേക്കൂടിയാണോ? ഇതിലേക്കൂടിയല്ലേ പോകുന്നുണ്ട്. ശരിയാണ്. അത് ഒന്നെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ സമാധാനമായിരുന്നു. വെള്ളം കുടിക്കുന്നുണ്ട്. പട്ടി കൊടുക്കുന്നു. പട്ടി കൊടുക്കുന്നു. വിശന്ന് കണ്ട ഒരിക്കലും. നമുക്കിനി 2 വിക്കാക്സ് മാത്രമേ ഉള്ളൂ. ആക്സ് ഉണ്ടാക്കിയാലോ നമുക്ക്. ആക്സ് ഉണ്ടാക്കണം. അതിന് മുമ്പ് മരമുണ്ട്. നമുക്ക് പട്ടി നിന്നിപ്പോൾ അങ്ങനെ ഇതാക്കുന്നില്ല. എന്നെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടും കൂടിയാണേ. അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയെന്നെ. ഈ സമയത്ത് അങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ല. അതില്ല സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് വീണ്ടും മൈൻഡ് ചെയ്തിട്ടുള്ള സെറ്റപ്പ് ആക്കിയിട്ട് വരണം. മൊമെൻ്റ് രോഗം പിടിച്ചേക്കാം നമ്മൾ. അയ്യോ 96 തൊട്ട് പ്രശ്നമില്ല. കുറച്ച് ആടുകളും കൊള്ളണം. ഒരു കുറച്ച് പണിയുണ്ട്. അടുത്ത രാത്രി ആവുമല്ലോ. ഇപ്പം തന്നെ മാറി പോയോളം തിരിച്ചറിയണം. അപ്പം ഒരാടിനെയും കൊന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഓഫ് അബദർ നമുക്ക് പോവാം. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് പോയിട്ട് കുറച്ച് മരം മുറിക്കണം. പിന്നെ ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. ഇപ്പം ഒന്ന് ഉറങ്ങിയേക്കാം. അതിൻ്റെ മക്കൾ അടുത്തില്ലാണ്ട് ഇപ്പം എന്താ കഷ്ടം. ഒരു കാര്യമില്ല. തുടങ്ങിയിരിക്കണം. അത് മതി. ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകൊണ്ട് തന്നെ മാജിക് ബട്ടൺ ചെറുതായിട്ട് ഓണാക്കിയേക്കാം. മാജിക് ബട്ടൺ എന്താ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞില്ല. ഇതായിട്ട് വീഡിയോ എല്ലാം മാജിക് ബട്ടനെ കുറിച്ച് ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ പൗസായി പോകും. എൻ്റെ പൊന്നു
കുറച്ച് ഷീപ്പിന് കൊല്ലണം, പിന്നെ കുറച്ച് സംഭവം ചെയ്യാനുണ്ട്. ബട്ട് അതിന് മുമ്പ് എന്താ ഇത് ഇൻട്രാക്ട് ചെയ്യാം. ഇൻട്രാക്ട് ചെയ്യുക പറഞ്ഞാൽ എല്ലാം മറന്നേടാ. 2 ദിവസമായി കളിക്കുന്നത്, ഒരാഴ്ചയായി കളിച്ചിട്ട് എനിക്ക് അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം അധികം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല ഇപ്പം ഇത് കളിക്കുന്നത് ഉണ്ട്. എനിക്കങ്ങനെ പ്രശ്നമില്ല ഇപ്പം കളിക്കുമ്പോൾ. അടി കിട്ടുമെന്ന് പിടിക്കണ്ടേ, അയച്ചാൽ സംഭവിച്ചാൽ കൺട്രോൾ ഇല്ലാത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അടി കിട്ടി അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ നമുക്കറിയാം. വീട്ടിലേക്ക് വാർന്ന് ചെയ്ത് നോക്കട്ടെ. കുറച്ചവിടെ നോക്കിയും ചെയ്യാം. എപ്പടി ഇറക്ക് ബ്രദർ, സൂപ്പറല്ലേ. ഇപ്പം ഞാൻ മറ്റേ ജോയിൻ ചെയ്യണം. തിരിഞ്ഞു കൊണ്ടുവരും ഞാൻ. കണ്ടു ഞാൻ കണ്ടു. ആ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വേറൊരു വില്ലേജിലുണ്ടായിന്. ആ വില്ലേജിൽ നിന്ന് ഇല്ലാത്തതും അവരെ കുപ്പായെടുക്കാൻ മൂറ്റിയെടുത്തിന്. നമ്മളല്ല അവർ ഒരു വീട് വെച്ച് ഇതാ അടുത്ത് നെയ്സറ ഇതാരുണ്ടാക്കിയതാണല്ലേ. ഇതുണ്ടാക്കിയത് ഏതറിയത് കുറച്ച് കൂടി പോയോ ഒരു സംശയം. എന്താക്കി എല്ലാവരും കൂടി ഇവിടെ ഊട്ടി. ഇവിടെ ഒന്നുമില്ല, ഊട്ടിയെല്ലാം എടുത്തി. നമ്മളെ മാത്രമായിട്ട് കണ്ട ആവശ്യം നമുക്ക് ഊട്ടിയാലും വേണ്ടല്ലേ. അപ്പുറത്തൊരു വീട് പണിഞ്ഞുകൊണ്ട് നിൽക്കണ്ടേനി. അതിൻ്റെ ഇടയ്ക്ക് ഇവർ നിർത്തിയിട്ട് പോയതായിരിക്കും. ഇത് വീടാണോ ഇനി എന്താണോ? ബ്രദർ വീട് RIP പറി മാസ്റ്റർ വിത്ത് ഓയിൽ. എടാ ഇങ്ങനെ ഇതാക്കല്ലേ കളി. ആരുടെ വായിന്ന് വരുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്തെ ഉണ്ടാവാത്തോണ്ടല്ലേ എനിക്കത്ര പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും കൂടെ അവരിട്ട് പണിയായിരുന്നു. നിങ്ങളാവട്ടെ. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്നാലും കുറച്ചത് കൂടിപ്പോയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇത് രണ്ടും പ്രശ്നമില്ല, ഇതും പ്രശ്നമില്ല, ഇതും പ്രശ്നമില്ല. ബട്ട് ഇത് കുറച്ച് പ്രശ്നമാണ്. അറിയാണ്ട് ഇങ്ങനെ സ്ട്രൈക്കുന്നേ പറ്റുമോ എനിക്കൊന്നും അറിയില്ല. ഇവരെ പലതും ചെയ്യുവേ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. യൂട്യൂബിൽ എത്ര ലോജിക്കില്ലാത്തതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അയ്യോ സോറി. നമ്മൾ അങ്ങനെ വില്ലേജസിനൊന്നും ചെയ്യൂല. നമ്മൾ പാവങ്ങളാണ്. ഇപ്പാണ് പണ്ടും അങ്ങനെ തന്നെ. കുറച്ച് ഫുഡിന് ആവശ്യമുണ്ട്. ഫുഡ് രണ്ടെണ്ണം കിട്ടി. താങ്ക്സ് സോ മച്ച് ബ്രദർ. ഒന്ന് നമ്മളെ പട്ടി കൊടുക്കുക. ഇവിടെ അടുത്ത നല്ലോണം ആടലുണ്ട് കേട്ടോ. നല്ല സൂപ്പർ തന്നെ. നമുക്ക് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് അങ്ങോട്ട് തന്നെ പോകണം. മൈനിങ്ങനെ സെറ്റാക്കണം. നമുക്ക് ട്രെയിനെ കൊല്ലണം, സൂപ്പറാക്കണം, പവറാക്കണം. സംഭവം വെച്ചാൽ ഷോപ്പ് വന്നിട്ടുണ്ട്. തന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. ഷോപ്പ് നോക്കുക അറിയില്ല. മറ്റേ ഷോപ്പും ഇല്ല, ഒരു ഹോബും ഇല്ല.
ബ്രദർ കുറെ പൂക്കളുണ്ട്. ഓ ചെറുതല്ലേ വലുതന്നെ. പാറി ഇങ്ങനെ നടക്കാൻ പാടില്ല. ഈമാനാവണോ ഈമാനെല്ലാം പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് വേഗം പോയേക്കാം. ഇവിടെ ഒന്നും ശരിയാവുന്നില്ല. ചെറുതായിട്ടൊന്ന് വലുതായിട്ട് തന്നെ ഓടിയേക്കാം. പിന്നെ അതിൻ്റെ മക്കൾ അമ്മയില്ലാത്ത സമയത്ത് പലതും ചെയ്യുകയെ. നല്ല അവിടെയുണ്ട് പേടി. ഇത്ര പോയിട്ട് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. ഫുഡ് മാത്രമേ കിട്ടിയില്ല, വേറൊന്നും കിട്ടിയൊന്നുമില്ല. എല്ലാം അങ്ങ് പൊരിക്കാൻ കൊടുത്തേക്കാം. മീൻ പൊരിക്കണുള്ള ഗൈസ് നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. അതിൻ്റെ വലിയൊരു സംഭവമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതാവട്ടെ, അങ്ങനെ കുറച്ച് മാത്ത് കിട്ടും. ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടെണ്ണം കൂടെ ഉള്ളൂ. എന്നാവട്ടെ, മുയലിറച്ചി കഴിച്ചിട്ട് കുറേ നാളല്ലേ. നമുക്കറിയാം മുയലാക്കിയാലോ ഫുള്ളായിട്ട്. സീക്രട്ട് ബേസ് ആവട്ടെ. ഒരു ബേസ് പണിയാണ് ബേസ്. ഇവിടെ തന്നെ ഒരു ബേസ് പണി. അതിൻ്റെ മുകളിൽ തന്നെ ഇവിടെ തന്നെ നമുക്കൊരു ഇതാക്കിയാലോ ഇരിക്കണ സെറ്റപ്പ്. സെറ്റപ്പും ഒരു ടി വിയുള്ള സെറ്റപ്പ് ഉണ്ടോ മനസ്സിലാ. എവിടെ ഇരിക്കാം അങ്ങ് പോവോടി. പ്ലാവ് ഇടുന്ന പറഞ്ഞായിട്ട് ചോദിച്ച് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. ബട്ട് ഇതാവട്ടെ. ഞാൻ സൂപ്പറായിട്ട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടണമെന്ന് ഉണ്ടായിട്ടില്ല. ബട്ട് ഇപ്പോഴും കിട്ടത്തില്ലേ. നമുക്കൊന്ന് ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ പറയും. അതിലാക്കിണ്ടല്ലോക്ക്. അടുത്തത് ഈ അരച്ചേട്ടാ. പ്ലാങ്ക് എടുക്കൂ. പ്ലാങ്ക് എടുത്തു. വേറൊന്നുമില്ല. ഏണോ കുറച്ചുണ്ടല്ലോ എൻ്റെ അല്ലേ. നല്ല തന്നെ. അത്രയും കൂടെ അത്രയാക്കാൻ പറ്റും. ഇങ്ങനെ പോലല്ല, ശരിയാവില്ല. ഇങ്ങനല്ല. ഇത്
ഓക്കെ. എനിക്ക് സീറ്റും കൂടെ ആക്കണം. ഒരു ടി വി കൂടെ ആക്കണം. സൂപ്പറിനെ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ. സൂപ്പറല്ലേ. സെറ്റാക്കിയിട്ടുണ്ട്. അതപ്പം മോനെ ഒരു ഞാൻ ഉണ്ടാക്കില്ലല്ലോ, വെറുതെ എല്ലാം പറി. ഈ തെമ്മുനെ കൊണ്ട് തൂറ്റണി ഇന്ന് വേറെ വട്ടില്ല. വട്ടായിട്ടാണോ നമുക്ക് അറിയാമല്ലോ. ചാന്ത് ഉണ്ടാക്കി വെച്ചോളൂ. തെമ്മു ബ്രദറിനെ പറഞ്ഞേക്കാം. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യാം. നമ്മളിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ അടുത്തായിരിക്കും. നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ട് നമ്മളത് മറന്നിട്ടില്ല. 2-3 ദിവസമായെങ്കിലും ഒരാഴ്ചയായാലും മറന്നിട്ടില്ല നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ബൈ.